ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ സമയം ഏതാണ്ട് 12 മണിയായി. ഞാനിപ്പോൾ ഒരു യാത്ര പോയി ഇറങ്ങി നിൽക്കുവാണ്. അതായത് ലണ്ടനിലേക്കാണ് യാത്ര. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒരു യാത്ര പോകാനുള്ള ഒരു റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നിമിഷത്തിലാണ് ഞാനിപ്പം. അവർക്ക് വേണ്ടി ആക്ച്വലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി. നമ്മളൊന്നൊരു വീഡിയോ ഒക്കെ എടുക്കാം, അല്ലെങ്കിൽ പോകുന്ന വഴി കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിപ്പം തിരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണണം. ഓക്കെ, വണ്ടിയെ മാറ്റി വണ്ടിയുടെ മുന്നിൽ കയറി ഞാൻ ഓർത്ത് വണ്ടിയെ മാറ്റാൻ. ഞാൻ എങ്ങനെ മാറ്റാൻ? വണ്ടി മാറ്റി. ഇത് ഈ കുലുക്കോ കുഴപ്പമുണ്ടോ? ആണോ? എന്തായാലും വിളിക്കാതെ പഠിക്കണ വണ്ടി നേരെ പോകുന്ന നോക്കട്ടെ. ആദ്യം നേരെ പോകുന്നു. ഇതിന് പറ്റാത്തുണ്ടോ? നടാത്തല്ലേ? എൻ്റെ പൊന്നു മച്ചാന്മാരെ, അടിപൊളി യാത്ര. അതായത് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ആണല്ലോ. ഞങ്ങളെല്ലാവരും പരസ്പരം അറിയാവുന്ന ആൾക്കാരാണ്. ഞങ്ങൾ കുറേ കാലമായിട്ട് അറിയാവുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ യാത്രയായിരുന്നു. 1 മണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങളൊന്ന് ബ്രേക്കിന് ഇറങ്ങിയതാണ്. എല്ലാവരും ഇരുന്ന് ക്ഷീണിച്ചു. 2 മണിക്കൂറോളം, 1.25 മണിക്കൂർ കഴിഞ്ഞു. അപ്പം ഒന്ന് ബ്രേക്കിന് ഇറങ്ങിയതാണ്. എല്ലാവർക്കും ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് റീഫ്രഷായിട്ട് വീണ്ടും കയറാം എന്നൊക്കെ വിചാരിച്ച് ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്ത് എല്ലാം സ്ട്രെച്ചൊക്കെ ചെയ്ത് പിന്നെ അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി. ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ലണ്ടൻ എടുത്തു. ലണ്ടനിലോട്ട് കയറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സംഭവം കൊള്ളാം. എന്തായാലും ഒരു 10-20 മിനിറ്റിനുള്ളിൽ, 20 മിനിറ്റൊന്നും വേണ്ട, 10-15 മിനിറ്റിനുള്ളിൽ നമ്മളവിടെ എത്തുമെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. എങ്ങനെയാണേലും സംഭവം അടിപൊളി കേട്ടോ. ഈ വെളുപ്പിന് ലണ്ടനിലെ കാഴ്ചകളൊക്കെ അങ്ങനെ സൈഡ് സീനൊക്കെ കണ്ട് ഞങ്ങൾ പതിയെ ലണ്ടൻ തേംസ് നദിയുടെ സൈഡിൽ കൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ വേറൊരു പ്രശ്നം, ഭയങ്കര ഷോക കേട്ടോ. ഭയങ്കര 20 മൈൽ സ്പീഡിലാണ് പോകുന്നത്. നിരങ്ങിയാണ് പോകുന്നത്. എങ്ങനെയാണേലും ഞങ്ങൾ അതധികം താമസിക്കാതെ ലണ്ടൻ നമ്മൾ ഉദ്ദേശിച്ച ഫിഷ് മാർക്കറ്റ്, അതെ, നമ്മൾ പോകുന്ന ഫിഷ് മാർക്കറ്റ് എത്തി. അതിന് മുന്നിലുള്ള ഒരു ഫിഷ് ട്രീയുടെ ആകൃതിയിലുള്ള ഒരു സിഗ്നലാണ് ഈ സംഭവം. ഇത് അടിപൊളി കേട്ടോ. അതിൻ്റെ മുന്നിൽ തന്നെയാണ്, നമ്മുടെ മാർക്കറ്റിന് മുന്നിൽ തന്നെ. അങ്ങനെ നമ്മൾ മാർക്കറ്റിലോട്ട് കയറുകയാണ്. അതെ, ബില്ലിംഗ്സ്ഗേറ്റ് മാർക്കറ്റ് എന്നാണ് ഈ മാർക്കറ്റിൻ്റെ പേര്. സിറ്റി ഓഫ് ലണ്ടൻ്റെ കീഴിലാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കിവിടെ പാർക്കിങ്ങിൻ്റെ പ്രോബ്ലംസ് ഒന്നുമില്ല കേട്ടോ. രാവിലെ നേരത്തെ വരുവാണ്, ഒരു 4 മണിയോടുകൂടിയാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്കിവിടെ വലിയ ബുദ്ധിമുട്ടില്ലാതെ പാർക്കിങ് കിട്ടും. അല്ലെങ്കിൽ നമ്മളിതിന് മുമ്പ് ഞാൻ വന്നപ്പോൾ ഏതാണ്ട് ഒരു 6 മണി 6:15 വന്നത്. ആ സമയത്ത് വന്നപ്പോൾ പാർക്കിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഏതാണ്ട് നമ്മളൊരു അരമണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു പാർക്കിങ് കിട്ടാൻ വേണ്ടി. ഇന്ന് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ പുറത്തേക്ക് നിൽക്കണം. അതായത് ഓപ്പൺ ആയിട്ടില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചെന്ന് 2 മിനിറ്റിനുള്ളിൽ തന്നെ അത് ഓപ്പണായി. എത്രയും അവരെല്ലാം പെട്ടെന്ന് വാനിഷായി. എന്നെ തിരക്കാന്നറിയോ. എന്തായാലും ഞങ്ങൾക്ക് അവിടെ പാർക്കിങ് കിട്ടി. ഞങ്ങളവിടെ പാർക്കിംഗ് ഒക്കെ ചെയ്ത് അതിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ ഉള്ളിലോട്ട് കയറി. അടിപൊളിയാണ് കേട്ടോ. ഈ പുറത്തെ കാഴ്ച എന്ന് പറയുന്നത് ഇപ്പം നേരം ജസ്റ്റ് പരപരാ വെളുത്ത് വന്ന ആ ഒരു സമയത്ത് ഉള്ള കാഴ്ചകളാണ്. നമ്മുടെ ബില്ലിംഗ്സ്ഗേറ്റ് മാർക്കറ്റ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബർക്ക്ലീസ് ബാങ്കിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ HSBC ബാങ്കിൻ്റെയൊക്കെ വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ നേരെ തൊട്ട് താഴെയായിട്ടാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോക്കിക്കുക, ബർക്ക്ലീസ് ബാങ്കിൻ്റെ ടോപ്പിൽ ഒരു ക്രെയിൻ ഇരിക്കുന്നത് കണ്ടോ. അതോടൊപ്പം തന്നെ ഒരു ഫ്ലൈറ്റ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. HSBC ബാങ്കും സിറ്റി ബാങ്കും അതിൻ്റെയൊക്കെ വലിയ ബിൽഡിങ് അതിന് തൊട്ട് താഴെയാണ് നമ്മുടെ മാർക്കറ്റ്. ഞങ്ങൾ സമയം കളയാതെ ഏതായാലും ഉള്ളിലോട്ട് കയറി. അങ്ങനെ രാജാവിന് വഴിയൊരുക്കുവിൻ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എൻ്റെ മുന്നേ കൂടിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പതിയെ ഉള്ളിലോട്ട് കയറി. ഇതാണ് മാർക്കറ്റിൻ്റെ എൻട്രൻസ്. നമ്മളങ്ങനെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഫുള്ള് 2 മിനിറ്റ് കൊണ്ട് തന്നെ അവിടെ ഫുള്ള് തിരക്കായി. ഞങ്ങളേതാണ്ട് ഒരു 3-4 മിനിറ്റ് എടുത്തോളം തോന്നുന്നു താഴെ നിന്ന് മേലോട്ട് കയറിയപ്പം. എനിവേ ഞങ്ങൾ കയറി വന്ന് ഉള്ളിൽ കയറിയപ്പോഴത്തേക്കും ഫുള്ള് തിരക്ക്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഒരു ക്യാമറ കൊടുത്തിട്ട് പറഞ്ഞ് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തോളാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചേക്കാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഷൂട്ടിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് പെർമിഷൻ വേണം. അപ്പം ഞാൻ എൻ്റെ പെർമിഷൻ ലെറ്ററാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ആരെങ്കിലും ചോദിച്ചാൽ കാണിക്കാൻ വേണ്ടി. ഓൾറെഡി ഫ്രണ്ടിലെ സെക്യൂരിറ്റി നമ്മളോട് പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. പെർമിഷൻ കാണിച്ച് പുള്ളീനെ കാണിച്ച് ഓക്കെ പറഞ്ഞ് ഞങ്ങൾ ഉള്ളിൽ കയറിയതാണ്. അങ്ങനെ ഞാൻ എന്തായാലും എൻ്റെ 360 ക്യാമറ എടുത്ത് അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞ് കുറച്ച് വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ
നമുക്ക് സെറ്റാക്കാം എന്നൊക്കെ പറഞ്ഞ് അത് എൻ്റെ കൈ കൊടുത്തിട്ട് ഞാനും കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് മുന്നോട്ട് കിടക്കുകയാണ്. എൻ്റെ പൊന്നു മച്ചാന്മാരെ, മീൻ അത് എന്തേരം മീനാണെന്നറിയോ, എന്തെല്ലാം വെറൈറ്റി മീനാണെന്നറിയോ, എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ തന്നെ മീൻ ഇത്രയും ആദ്യമായിട്ട് കാണുന്നത് ഈ മാർക്കറ്റ് വന്നതിന് ശേഷം കേട്ടോ. ഞാനിതിപ്പോൾ 2ാം പ്രാവശ്യമാണ് വരുന്നത്. പക്ഷേ എങ്കിലും എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഇത്രയും മീൻ കാണുന്നത് ഈ മാർക്കറ്റ് വന്നതിന് ശേഷം. ഇതിനു മുമ്പ് ഞാൻ മീൻ മാർക്കറ്റോ അല്ലെങ്കിൽ ഇത്രയധികം മീനെ ഒരുമിച്ച് കണ്ടിട്ടില്ല. അങ്ങനെ അടിപൊളി മാർക്കറ്റാണ്, നല്ല തിരക്കാണ് രാവിലെ. എല്ലാ ദിവസവും ഇതുപോലെ നല്ല തിരക്കുള്ള ഒരു മാർക്കറ്റാണിത്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഫിഷ് മാർക്കറ്റ് ആയിരുന്നു ഒരു കാലത്ത്. പക്ഷേ ഇപ്പം ഇതിനേക്കാളും വലിയ ഫിഷ് മാർക്കറ്റുകളൊക്കെ ലോകത്ത് പല സ്ഥലങ്ങളിലും ഉണ്ട്. എന്നിരുന്നാലും ഇപ്പോഴും UK നമ്പർ 1 ഫിഷ് മാർക്കറ്റ് ഇത് തന്നെയാണ്. എൻ്റെ പൊന്നു മച്ചാന്മാരെ, കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മലയാളീസിനെ കാണാൻ പറ്റും. മലയാളീസ് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ഒരുപാട് ആൾക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റും. എങ്കിലും എനിക്ക് തോന്നുന്നു കൂടുതലും മലയാളീസ് ആണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നത്. കാരണം നമ്മൾ ഈ എറണാകുളം, കുട്ടനാട് ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ ഈ കായലിനോടും കടലിനോടും ഒക്കെ ചേർന്ന് കിടക്കുന്ന ഒരുപാട് കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ മീൻ, നല്ല ഫ്രഷ് മീൻ കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വന്ന് വാങ്ങാൻ പറ്റിയൊരു നല്ല സ്ഥലമാണ്. അവരുദ്ദേശിക്കുന്ന മീൻ, അവരുടെ നാട്ടിൽ കിട്ടുന്ന അതേ മീനുകളൊക്കെ തന്നെ ഇവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് പേര് മീനിൻ്റെ സോഴ്സിന്, അതായത് ആശ്രയിക്കുന്നത് ഒരു നല്ലൊരു മാർക്കറ്റ് ഇത് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ രാജ്യക്കാർ മാത്രമല്ല, വേറെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള പല തരത്തിലുള്ള ആൾക്കാർ മീൻ വാങ്ങാനിവിടെ വരുന്നുണ്ട്. അതുപോലെ മീൻ വിൽക്കുന്നതിൽ 90% ഏതാണ്ട് കുറച്ച് പേര് മാത്രമേ ഇംഗ്ലീഷുകാരുള്ളൂ. ബാക്കി മീൻ വിൽക്കുന്നതിൽ പകുതി പേരും ഇന്ത്യക്കാരും മറ്റു രാജ്യക്കാരും ഒക്കെയാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സ്വന്തം മലയാളി ചേട്ടന്മാരില്ലാത്ത സ്ഥലമുണ്ടോ അല്ലേ? നമ്മൾ മലയാളികളില്ലാത്ത സ്ഥലം, നമ്മൾ മലയാളികൾ കൈയടക്കാത്ത ഏതെങ്കിലും മേഖലയുണ്ടോ? ഒന്നുമില്ല. നമ്മുടെ സ്വന്തം മലയാളി ചേട്ടന്മാരിവിടെ ഒരുപാട് പേര് മീൻ വിൽക്കുന്നുണ്ട്. ഞങ്ങൾ പ്രത്യേകിച്ച് അവരുടെ അടുത്ത് മീൻ മേടിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം നമ്മുടെ ആൾക്കാരെ നമ്മളല്ലാതെ വേറെ ആര് സപ്പോർട്ട് ചെയ്യാനാണ്? നമുക്ക് നമ്മുടെ ആൾക്കാരെ കാണുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ അവരുടെ അടുത്തു നിന്നൊക്കെ നമ്മൾ ഒരുപാട് മീനൊക്കെ വാങ്ങി, പിന്നെ അവിടുത്തെ ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ ഓടി നടന്ന് പകർത്തിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വാ. ഓക്കെ. എൻ്റെ പൊന്നു മച്ചന്മാരെ, കാണുന്നതിൽ പല മീനിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇവയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ ലൈഫിൽ തന്നെ ഈ മീനുകളെയൊക്കെ പലതിനും ഞാൻ ആദ്യമായിട്ട് തന്നെ കാണുന്നതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ പേര്. പക്ഷേ നിങ്ങളുടെ ഇഷ്ടമുള്ള മീൻ ഏതാണെന്ന് വെച്ചാൽ അത് കമൻറ്റിലൂടെ തന്നെ അറിയിക്കണം. ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ, പല മീനിൻ്റെയും കളർ കാണുമ്പോൾ നമുക്ക് വാങ്ങാൻ തോന്നും. ഈ ചെമ്പല്ലിയുടെയൊക്കെ കളർ കാണുമ്പോൾ ഉണ്ടല്ലോ വാങ്ങാൻ തോന്നും. മാത്രമല്ല ഈ ഇരിക്കുന്ന മീനിൻ്റെ ഏതാണ്ട് ഈ കാണുന്ന ഈ സാധനമില്ലേ, കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. എൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ മീനിൻ്റെ പേര് അറിയാമെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. എൻ്റെ പൊന്നോ, പലതിൻ്റെയും കളർ കാണുമ്പോൾ നമുക്ക് വാങ്ങാൻ തോന്നും. പക്ഷേ ഇതിൻ്റെ പലതിൻ്റെയും പേര് നമുക്ക് പുള്ളിക്കാരൻ പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന മീനാണ്, പേരറിഞ്ഞൂടാ. പിന്നെ എൻ്റെ പൊന്നു മച്ചന്മാരെ, ഞണ്ട് അതെൻ്റെ ഫേവറേറ്റാണ്. ഞണ്ടിൻ്റെ ഒരുപാട് വെറൈറ്റി ഞണ്ടുകളിവിടെ ഉണ്ട്. അത് ലൈവായിട്ടുള്ള ഞണ്ടുകളൊക്കെ നമുക്കിവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. ഞണ്ട് എൻ്റെ ഭയങ്കര ഫേവറേറ്റായിട്ട് ഒരു ഐറ്റമാണ്. അത് പല വലിപ്പത്തിലും പല നിറത്തിലും പല ആകൃതിയിലും പല ഷേപ്പിലുള്ള ഒരുപാട് വെറൈറ്റി ഞണ്ടുകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ലോബ്സ്റ്റർ, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. ചെമ്മീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പല വിലയിൽ പല വെറൈറ്റിയിലുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്, നമുക്ക് അതൊക്കെ കാണാം. അതുപോലെ ലൈവായിട്ടുള്ള ഞണ്ടിനെ ഇട്ട് വെക്കുന്ന സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതിൽ നിന്ന് അവർ പിടിച്ചു തരും നമുക്ക് വേണമെങ്കിൽ. അതുപോലെ എല്ലാത്തരം UK നമുക്ക് അത്യാവശ്യം എല്ലാത്തരം മീനുകളും വാങ്ങാൻ പറ്റിയൊരു നല്ല മാർക്കറ്റ് തന്നെയാണിത്. എല്ലാവർക്കും പ്രിഫറബിളായിട്ടുള്ള ഒരു ലൊക്കേഷനാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു 3-4-5 പേര് കൂടി കുറേ ദൂരെയുള്ളവരാണെങ്കിലും വന്ന് വാങ്ങി ഒരു
കുറച്ചധികം മീൻ വാങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 2 മാസത്തേക്കുള്ള മീൻ അല്ലെങ്കിൽ ഒരു 1.5 മാസത്തേക്കുള്ള മീൻ ഒരുമിച്ച് വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ലാഭമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഭമാണ്, നഷ്ടമില്ല. കാരണം ഇത്രയും നല്ല ഫ്രഷായിട്ടുള്ള മീനുകളെയൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. കിങ് പ്രോൺസും ഓയിസ്റ്ററും അങ്ങനെ എന്താ വേണ്ടതെന്ന് പറ, അതെല്ലാം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. എന്താ പറയുക, ഷെല്ല്, അങ്ങനെ എന്താ വേണ്ടേ അതെല്ലാം ഇവിടെ ഒരു കുടക്കീഴിലുണ്ട്. നമ്മൾ വന്ന് വാങ്ങിയാൽ മാത്രം മതി. ഒരുപാട് പാക്ക്ഡ് ഫുഡ് ഐറ്റംസ് ഉണ്ട്. എന്താ മനസ്സിലാവുന്നില്ല, മത്തിയുടെ കുഞ്ഞാന്ന് തോന്നുന്നു പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പലതിനും പല വിലയാണ് ഉണ്ടോ. മത്തിക്കുഞ്ഞിനെ പോലുണ്ട് കണ്ടിട്ട്. എന്തായാലും ക്ലീനാക്കി പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഫുഡ് ഐറ്റംസാണ് ഇതൊക്കെ. പിന്നെ നമുക്ക് മാത്രമല്ല ഡ്രൈ ഫിഷും ഇവിടെ ലഭിക്കും. ഇവിടെ 2-3 ചെറിയ സ്റ്റാളുണ്ട്, അവിടെ ഡ്രൈ ഫിഷ് നമുക്ക് ലഭിക്കും. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഫ്ലോർ മൊത്തം വെറ്റാണ്. സോ നമ്മൾ സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. പറ്റുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുമ്പം കുറച്ച് എന്താ പറയുക, ഗ്രിപ്പുള്ള തരത്തിലുള്ള ഏതെങ്കിലും ഷൂവോ അങ്ങനെ എന്തെങ്കിലും ധരിച്ചുകൊണ്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം സ്ലിപ്പായിരുന്നു ചെറുതായിട്ട്. അവർ നമ്മളോട് പ്രത്യേകം പറയാറുണ്ട് ഇതിലോട്ട് വരുമ്പോൾ നമ്മൾ നല്ല പ്രോപ്പറായിട്ടുള്ള ഷൂ ഇട്ടിട്ട് വേണം വരായിരുന്നു. നമ്മൾ ഈ കാണുന്ന വൈൽഡ് ടൈഗർ പ്രോൺസ് ഉണ്ട്, പല വിലയിലാണ്. ഏതാണ്ട് 50 പൗണ്ട് എന്ന് പറയുമ്പോൾ 5000 രൂപ അടുത്ത് വന്നു. അതിന് 3 വെറൈറ്റിയിൽ, 3 അല്ല 4, 30, 35, 40, 50 പല വിലയിലുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും സംഭവം കാണാൻ കളർഫുള്ളാണ്, നല്ല രസമുണ്ട്, നല്ല ഫ്രഷ് സാധനമാണ്. എന്താണേലും ഞാൻ വാങ്ങിയൊന്നുമില്ല, അത് വേറെ കാര്യം. അറുമയാണ് മീൻ. താങ്ക് യു. മൈ ഗോഡ്. ഒരുപാട് ഞണ്ടും അതുപോലെ കൂന്തളും അങ്ങനെ പല സംഭവങ്ങളുണ്ട്. എനിക്കിതിൻ്റെ പലതിൻ്റെയും പേരറിയത്തില്ല, അതാണ് വേറൊരു കാര്യം. പിന്നെ ഇവിടെ ഈൽ എന്ന് പറയുന്ന മീനെയൊക്കെ ഞാൻ കണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഈലിനെ കാണുന്നത്. അതായത് 5 പൗണ്ടാണ് പെർ kg. ഈ ഷോക്കടിക്കുന്നു, നമ്മൾ തൊട്ട ഷോക്കടിക്കുന്നൊക്കെ പറയുന്ന സാധനം ഇതാണോ, ഈലാണോ, എനിക്ക് ഓർമ്മയില്ല ഏതാണോ. എന്തായാലും നമ്മുടെ സാൽമണിൻ്റെ തല വരെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. സാൽമൺ ഫില്ലറ്റാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ തലയും അതേപോലെ നട്ടലിൻ്റെ ഭാഗമൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ചെയ്ത്. പ്രോൺസ് ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. പ്രോൺസ് നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള നല്ല പ്രോൺസ് ഇവിടെ കിട്ടും. വലിയ വിലയൊന്നും ഞാൻ നോക്കിയിട്ടില്ല, നാട്ടിൽ കിട്ടുന്ന ആ ഒരു വിലയൊക്കെ തന്നെ ഉള്ളൂ. എന്നിരുന്നാലും പല കടയിലും പല വിലയാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. അതേപോലെ നമ്മുടെ സീ ബ്രീം കണ്ടോ, ഇവിടെ 6 എണ്ണം 10 പൗണ്ടിന് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ 8 എണ്ണം 10 പൗണ്ടിന് വെച്ചിട്ടുണ്ട്. പല കടയിലും പല വിലയാണ് കേട്ടോ. അതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പം ഒരു ദിവസം പഴക്കമുണ്ടതല്ല അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, എനിക്കറിഞ്ഞുകൂടാ കേട്ടോ. പക്ഷേ സംഭവം എല്ലാം ഫ്രഷാണ്, അത്യാവശ്യം കണ്ടിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത മീനുകളാണ്. പിന്നെ നോക്കി വാങ്ങാൻ അറിയുന്നവരാണെങ്കിൽ വന്ന് നോക്കി വാങ്ങുക. എനിക്ക് പ്രോഫിറ്റിന് 4 എണ്ണത്തിന് 12 പൗണ്ടേ ഉള്ളൂ. ഇന്ത്യൻ മാക്രീൽ 1 കിലോ 6 പൗണ്ട്, 2 കിലോ 10 പൗണ്ട്. അങ്ങനെ പല വിലയിൽ പല സാധനങ്ങളും കിട്ടും നമുക്കിവിടെ. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും അഫോർഡബിളായ രീതിയിൽ മീൻ കിട്ടുന്ന ഒരു നല്ല കട തന്നെയാണ് UK ഈ ലണ്ടനിലുള്ള ഈ ബില്ലിംഗ്സ്ഗേറ്റ് മാർക്കറ്റ്. നിങ്ങൾക്കൊക്കെ പറ്റുമെങ്കിൽ കുറച്ച് ദൂരെയുള്ളവരാണെങ്കിൽ ഒരു 2-3-4 പേര് കൂടി വന്ന് മീനൊക്കെ വാങ്ങിപ്പോകാം. ആ വില കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന വിലയേക്കാളും
വളരെ താന്നാണ് ഇവിടെയൊക്കെ കിട്ടുന്നത്. പിന്നെ കുറച്ച് വില കൂടിയ ഇതേ ഫിഷ് ഐറ്റംസും പല കടകളിലും ഉണ്ട്, അതൊക്കെ വാങ്ങാം. പിന്നെ ഈ സാധനം കണ്ടോ, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ഞൗണിക്ക എന്നൊക്കെ പറയുന്ന സാധനം തന്നെയാണോ ഇത്? എന്നാണേലും അതിൻ്റെ 2-3 വെറൈറ്റിയൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാ സാധനവും ഉണ്ട്. ഇത് എന്നാ കോലാനോ എനിക്കറിഞ്ഞുകൂടാട്ടെ ഇതിൻ്റെ ഒന്നും പേര്. ഇതിൻ്റെയൊക്കെ പേരറിയാവുന്നവർ ഇത് ചൂരയാണെന്ന് മനസ്സിലായി. അങ്ങനെ പലതരത്തിലുള്ള പലതരം മീനുകൾ, പല കളറിലും പല രൂപത്തിലും പല ഭാവത്തിലും. എന്തൊക്കെയാണ് വാങ്ങണ്ടേ അതൊക്കെയാണ് വാങ്ങണ്ടേന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ പേരറിയാവുന്ന കുറച്ച് മീനൊക്കെ ഞാനും വാങ്ങി. അങ്ങനെ കിട്ടിയ മീനൊക്കെ വാങ്ങി നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ ഓൾറെഡി കൊണ്ടുവച്ചു. ഞാൻ എന്നിട്ട് കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി വീണ്ടും വന്നതാണ് കേട്ടത്. എൻ്റെ പൊന്നു മച്ചന്മാരെ, എപ്പോൾ നോക്കിയാലും ഫുൾ തിരക്കാണ് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളും മൊബൈലും ഒക്കെ കുറച്ച് കെയർഫുള്ളായിട്ട് കൊണ്ട് നടക്കുന്നതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ മേടിച്ച മീനൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ പതിയെ അവിടുന്ന് സ്ഥലം കാലിയാക്കി. മേടിച്ച മീൻ വണ്ടിയിൽ കയറ്റുന്നതോ അല്ലെങ്കിൽ പാക്ക് ചെയ്യുന്നതൊന്നും കാണിക്കാൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് കുറച്ച് പണി കിട്ടിയതുകൊണ്ട് ഞാൻ കുറച്ച് ബിസിയായിരുന്നു. എങ്കിലും ഞങ്ങൾ അവിടുന്ന് പിന്നെ അധികം താമസിക്കാതെ തന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്ര ആരംഭിച്ചു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ മീനൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്രയിലാണ്. എല്ലാവരും തളർന്നു. ഞാൻ ഭയങ്കര കുറച്ചും കൂടെ ഞാൻ എൻ്റെ ക്യാമറ ചില്ലയിലിടിച്ചായിരുന്നു അതിൻ്റെ ഫ്ലാഷ്. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ മേടിച്ച് തിരിച്ചു പോവുകയാണ്. നമ്മൾ മുമ്പേ എടുത്ത വീഡിയോ റെക്കോർഡായിട്ടില്ല. പറ്റിച്ചാണ് എൻ്റെ പൊന്നെ. ഇതാണ്ടേ ഞങ്ങൾ ബൈക്കാരെ പോയോട്ടെ. എൻ്റെ അമ്മച്ചി ആണ്ടാ വീണ്ടും അടുത്ത ബൈക്കാരെ വരുന്നത്. ഒരു രക്ഷയില്ലാട്ടെ ഇവന്മാരെ കൊണ്ട്. 20 കിലോമീറ്റർ സ്പീഡിൽ അവന്മാർ 50-60 ആകും തോന്നുന്നു പോകുന്നത്. 20 കിലോമീറ്റർ സ്പീഡല്ല, 20 മൈൽ സ്പീഡ്. എൻ്റെ പൊന്നെ, 20 മൈൽ സ്പീഡിൽ വണ്ടി ഓടിക്കുക, ലണ്ടൻ സിറ്റിക്കുള്ളിൽ ഓടിക്കുക കുറച്ച് ഭയങ്കര പാടുള്ള കാര്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും കുറേ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചും ഞങ്ങൾ മുന്നോട്ടിങ്ങനെ പതിയെ പോരുവാണ്. ചുറ്റും ഭംഗിയുള്ള കുറേ പഴയ ബിൽഡിങ്, അതിനിടയിൽ പുതിയ കുറേ വലിയ ബിൽഡിങ്ങുകൾ. എന്തായാലും ഭംഗിയാണ് കേട്ടോ, ഭയങ്കര രസമാണ് ഈ സിറ്റി. UK സിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടൗൺ സെൻറ്റർ, അല്ലെങ്കിൽ UKയുടെ ഹൃദയഭാഗം എന്നൊക്കെ പറയാം. നമുക്ക് ലണ്ടനായി നമുക്ക് സൈഡിൽ കാണാം. തേംസ് നദിയുടെ സൈഡിൽ കൂടെ നമ്മൾ ഇത്രയും നേരം നമ്മൾ വന്നത്. ഇപ്പം നമ്മുടെ ചെക്കന് താണ്ട് സൈഡിൽ ഏതോ വഴി തെറ്റിയതാണോ എന്തോ ഇതിലേക്ക് ബുദ്ധി കയറ്റിക്കൊണ്ട് വരുന്നുണ്ട്. ഈ ഇരിക്കുന്ന മഞ്ഞപ്പെട്ടി ഉണ്ടോ, ഇതാണ് നമ്മുടെ പ്രശ്നക്കാരൻ. അവനാണ് നമ്മൾ ഓവർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അടിക്കുന്ന ക്യാമറ. അത് നോക്കി നമ്മൾ വണ്ടി ഓടിക്കണം. അത് മസ്റ്റ് മച്ചാനെ. തലങ്ങം മലങ്ങും ആകാശത്ത് കൂടെ ജെറ്റ് പോയതോ പ്ലെയിൻ പോയതോ എൻ്റെ സംഭവം വിളിച്ചു ചോദിക്കണോ? അതേ ഇടയ്ക്ക് ചോദിക്കുന്ന കേട്ട് വിസ്താരയാണോ ഏതോ ഫ്ലൈറ്റിൻ്റെ പേരൊക്കെ പറയും. നമുക്കൊന്നും അറിഞ്ഞൂടി. അവരൊക്കെ മറ്റേ ഫ്ലൈറ്റിൻ്റെ പുറത്തുള്ള ചിഹ്നവും കൊടിയും കളറും ഒക്കെ നോക്കി ഏതാ മോഡലാന്നൊക്കെ പറയുന്ന ടീമുകളാണ്. നമുക്കറിഞ്ഞൂടാ. വലിയ ടീമാണ് നമ്മുടെ കൂടെ മൊത്തം. എന്തായാലും നമ്മുടെ ചെക്കൻ പറപ്പിച്ചു വിടുന്നുണ്ട്. കണ്ടു കിടക്കുന്നു. നമ്മളൊന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാട്ടോ. ഇവിടെ കോഫി കുടിക്കാൻ വേണ്ടി ഒരു സർവീസ് കയറിയതാണ്. അടുത്ത് കേട്ടോ, സത്യത്തിൽ നല്ല ക്ഷീണമുണ്ട്, നല്ല ഉറക്കം വരുന്നുണ്ട് ഇപ്പം. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ രാവിലെ ചായ കുടിക്കാൻ വന്നിരിക്കുന്ന അവസ്ഥയാണ്. എല്ലാവരും കിറങ്ങിയിരിക്കുകയാണ്. കരണ്ട് അവസ്ഥ ഞാൻ പറയുന്നില്ല. ഇവിടെ എല്ലാവർക്കും പല പല അവസ്ഥയിലിരിക്കുകയാണ്. അവസ്ഥ ഒന്നും കൂടെ ബലപ്പെടുത്താനാണ്. അതെ, ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും വൈകുന്നേരം ആവും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമ്മളൊന്ന് ചായ കുടിച്ചിട്ട് ബാക്കി യാത്ര തുടങ്ങുമ്പോൾ ബാക്കി കാണാം. ഞങ്ങളങ്ങനെ കോഫിയൊക്കെ കുടിച്ച് മടുത്ത് അവസാനം ഇറങ്ങി തിരിച്ച് വണ്ടി കയറാനുള്ള നടപ്പാണ്. മൾട്ടി കളർ പോലത്തെ ഒന്നും പറയണ്ട, മടുത്ത് വയറിനൊക്കെ ഒരു ക്ഷീണം. എല്ലാരും വണ്ടിയുടെ കാഴ്ചയിലാണ്. അയ്യോ,
അയ്യോ വേറെ വണ്ടി. ഹലോ ഗൈസ്, ഞങ്ങൾക്ക് ഇവിടെ നിന്നൊന്നും കഴിക്കാൻ കിട്ടിയില്ല. അതെ, ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ ഒരുമാതിരി ഒരു മൂഞ്ച കോഫിയും കുടിച്ച് ഞങ്ങള് തിരിച്ച് ഞാൻ കയറുവാണ്. എടുക്കാൻ ഉദ്ദേശിക്കുന്ന BM ആ മോഡലാ. ശരി എന്നാ, ഇപ്പൊ വഴിയിൽ വെച്ച് കാണാം. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് പിന്നെ യാത്ര തിരിച്ചു. ഒന്നും പറയണ്ട, മത്സരിച്ചിരുന്നുറങ്ങുന്നു അദ്ദേഹം നമ്മുടെ അണ്ണനും. എന്നാ പറയാനാ, ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ, സത്യമായിട്ടും പറയാം, ഞാൻ ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല. എന്തൊക്കെയോ ആലോചിച്ച് കിടന്ന് ഉറങ്ങുവാണ്. മീൻ വെട്ടി കറി വെക്കുന്ന കാര്യം, വറക്കുന്ന കാര്യം, എന്തൊക്കെയോ ചിന്തിച്ചിരുന്ന് നല്ല ഉറക്കം. ഒരു രക്ഷയില്ല. തൂങ്ങിക്കിടക്കുന്ന നോക്കിയേ, എൻ്റെ പിന്നെ സീറ്റ് ബെൽറ്റ് തൂങ്ങിക്കിടന്ന് ആടുന്നു. എന്താണ്ട് എഴുന്നേറ്റ്. ഒരു മണിക്കൂർ 1.5 മണിക്കൂറെങ്ങാണ്ടായി ഒരു കിടന്ന് പറയാൻ തുടങ്ങിയിട്ട്, രക്ഷയില്ല. എന്തായാലും നമ്മൾ നമ്മുടെ സ്ഥലത്ത് കയറി. ഇത് നമ്മുടെ സ്റ്റോൺ ഗഞ്ച്, നമ്മുടെ വീടിനടുത്താണ്. ഏതാണ്ട് ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അപ്പം താങ്ക് യു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഒരിക്കൽ കൂടി. ഞാൻ സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ്. ബൈ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക പ്ലീസ്. താങ്ക് യു. ബൈ.